ഹലോ എവ്രി വൺ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നേക്കുന്നത് ബൈസൺ കാളമാടൻ ധ്രുവ് വിക്രമിൻ്റെ മൂവിയുടെ വിശേഷങ്ങളായിട്ടാണ്. ഏകദേശം കഴിഞ്ഞ വീക്ക് 17th റിലീസായിട്ടുള്ള പടമാണ്. ഇന്നാണ് ഞാൻ ഫിലിം കണ്ടത്. ഫിലിമിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് അപ്ലോസ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് നീലം സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രൊഡക്ഷൻ ഹൗസാണ്. ഡയറക്ഷൻ നമുക്കറിയാം, വൺ ആൻഡ് ഓൺലി മാരി സെൽവരാജ്. ഡയറക്ഷനും സ്ക്രിപ്റ്റും പുള്ളി തന്നെയാണ് എഴുതിയതും ഡയറക്റ്റ് ചെയ്തേക്കുന്നതും മാരി സെൽവരാജാണ്. ഇതിൻ്റെ ക്യാമറ ചെയ്തേക്കുന്നത് എഴിൽ അരസ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്. അതുപോലെ എഡിറ്റിംഗ് ശക്തി തിരു. മ്യൂസിക് ഡയറക്ഷൻ ചെയ്തേക്കുന്നത് നിവാസ് കെ പ്രസന്ന എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്. ഇതിലെ കാസ്റ്റ് വരുന്നത് നമുക്കറിയാം, ധ്രുവ് വിക്രമിൻ്റെ മകൻ ധ്രുവ് വിക്രമാണ്. അതുപോലെ പശുപതി, രജിഷ വിജയൻ, അതുപോലെ അനുപമ പരമേശ്വരൻ, ലാലുണ്ട് പടത്തിൽ, പിന്നെ അമീർ സുൽത്താൻ. ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഇതിൻ്റെ കാസ്റ്റ് വരുന്നത്. പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു ബയോപിക്കാണ്. എന്താ പറയുക, മാനതി ഗണേശൻ എന്ന് പറഞ്ഞിട്ട് ഒരു കബഡി പ്ലെയറിൻ്റെ ബയോപിക്കാണ്. അതിനകത്ത് കുറച്ച് ഫിക്ഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നല്ല സെറ്റാക്കിയിട്ട് പടം ചെയ്തു വെച്ചിട്ടുണ്ട്. പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പടത്തിൽ കബഡിയാണ്, പക്ഷേ ഒരു പെർട്ടിക്കുലർ ഒരു നാടും കുറച്ച് പൊളിറ്റിക്സും അതുപോലെ രണ്ട് നാട്ടുകാർ തമ്മിലുള്ള ഇഷ്യൂസ്, രണ്ടാൾക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഇടയിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഒരാളുടെ മീൻസ് ധ്രുവ്, നമ്മുടെ ലീഡിങ് ക്യാരക്ടർ, പുള്ളിയുടെ സ്വപ്നം, പുള്ളിയുടെ പാഷന് വേണ്ടിയിട്ട് പുള്ളി സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ഒരു ഓവറോൾ മൂവിയുടെ ഒരു തീം എന്ന് പറയുന്നത്. പക്ഷേ അത് നമുക്ക് പ്രസൻറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കിടിലനായിട്ടാണ് എനിക്ക് മൂവി ഫീൽ ചെയ്തത്. ഞാൻ മീൻസ് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലെങ്തി ആയിട്ട് എനിക്ക് തോന്നി. ഹാഫ് ടൈം എന്താവാത്തതെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ലാഗൊന്നും അടിക്കുന്നില്ല. അങ്ങനെ നമുക്കിങ്ങനെ ആ ഒരു ഇൻസ്പിറേഷനിൽ ഇങ്ങനെ പടം ഇങ്ങനെ കയറി പോകുന്നത് ആ ഒരു വൈബിലിരുന്ന് കാണാൻ പറ്റും. പിന്നെ കബഡിയാണ് ഇതിൻ്റെ ഒരു വേറൊരു സൈഡിൽ വരുന്നത്. വയലൻസ് ഒക്കെ നല്ല ഗംഭീരമായിട്ടുള്ള വയലൻസ് ഉണ്ട്. സംഭവം സർട്ടിഫിക്കറ്റുള്ള പടമാണ്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സിനും ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തിട്ടുള്ള റോളിൽ അവർ വളരെ ഭംഗിയായിട്ട് എല്ലാവരും അവരുടെ പാട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ധ്രുവ് ആണെന്നുണ്ടെങ്കിലും ധ്രുവിൻ്റെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അതുപോലെ പുള്ളിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന പശുപതിയുടെ ക്യാരക്ടർ, പിന്നെ പുള്ളിയുടെ സിസ്റ്ററായിട്ട് അഭിനയിച്ചേക്കുന്നത് രജീഷയാണ്. പിന്നെ അനുപമ പരമേശ്വരനൊക്കെ ഡയറക്ടർ ഇതിൽ നല്ല ഭംഗിയായിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. ആ ഒരു ഡയറക്ടർ ബ്രില്യൻസ് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങും പരിപാടിയും കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റോറി, ആ ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു ഭംഗി ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പടം സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നമുക്കൊരു ഏരിയയിലും നമുക്കൊരു ബോറ് ഫീൽ ചെയ്യാതെ എല്ലാം ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതിയിലാണ് ഈ ഒരു ഫിലിം കംപ്ലീറ്റ്ലി ചെയ്തു വെച്ചേക്കുന്നത്. നമുക്ക് ഇതൊരു ബയോപിക് ആയ കാരണം ഒരുപാട് ഓവറാക്കിയിട്ടുള്ള സീനുകളോ അല്ലെങ്കിൽ ഒരുപാട് നമുക്കിങ്ങനെ എൻഡ് സീനൊക്കെ ചിലപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് പടം ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ 1 വീക്കായി ഏകദേശം ഈ പടം റിലീസായിട്ട് തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം. ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് ഇതെങ്ങനെ ഡൈജസ്റ്റ് ആവും എന്നുള്ളത് അറിയില്ല. പക്ഷേ ബാക്കി മൂവി അത്യാവശ്യം നന്നായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, ഒരു മൂവി ബഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു പടം തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി അത് കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനിലാണ് നമ്മൾ ഇറങ്ങുക. ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട് അതിൽ ആ മൂവി ത്രൂ ഔട്ട് ഇങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ വില്ലന്മാരായിട്ടുള്ള ആൾക്കാരുടെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. 2 വില്ലന്മാരാണ് ഇതിലുള്ളത്. 2 പേരും നമുക്ക് നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരൊരു പോസിറ്റീവ് സൈഡ് ആ മൂവിയിൽ കാണിച്ചിട്ടാണ് നമുക്കൊരു വില്ലന്മാരായിട്ട് എൻഡിലുള്ള സമയത്ത് നമുക്ക് ഭയങ്കര ക്രൂരന്മാരായിട്ടുള്ള വില്ലന്മാരായിട്ട് ഫീൽ ചെയ്യില്ല. അവരുടേതായ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറേ ഭംഗിയായിട്ടുള്ള നല്ല മനസ്സുള്ള ആൾക്കാരായിട്ടുള്ള ഒരു രീതിയിലാണ് അതിനെ വില്ലന്മാരെ പോസ്റ്ററൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ പടം തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. കണ്ടിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. കാണാത്തവർ പോയിട്ട് പടം കാണാം. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു മൂവിയുടെ വിശേഷങ്ങളായിട്ട് കാണുന്നവരേക്കും ബൈ.